സോ ഇന്ന് തൊട്ട് താൻ എൻ്റെ ഹോട്ടലിൽ എപ്പോഴും എപ്പോഴും വരണ്ട, മനസ്സിലായോ? ഇന്ദ്രായണി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വളരെ വളരെ ഇഷ്ടമാണ്. നീ നീ ഒന്ന് എന്നെ മനസ്സിലാക്ക്. മിണ്ടാതിരിക്കും, എനിക്ക് വേണ്ടത് പറഞ്ഞില്ലേ. എന്തു പറ്റി? എന്തെങ്കിലും ഒന്ന് പറയേ. ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇന്നലെ വിവേക് ഇൻവൈറ്റ് ചെയ്തല്ലോ, അവിടെ പോയില്ല നീ? കുറച്ച് പണി ഉണ്ടായിരുന്നു. പണി? ആ, നീ ഇവിടെ ഇരിക്കി, ഞാൻ പോട്ടെ. ഇരിക്കി, കുറച്ച് ഇരിക്കുന്നേ. നീ അറിയുമല്ലോ സുമിത്തെ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന്. നീ എന്താ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെടുന്നത്? കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ അവളായിട്ട് റിവിങ്ങിലായിരുന്നു. കല്യാണത്തിനായി പ്രപ്പോസ് ചെയ്തു, പക്ഷെ അവൾ വേണ്ടെന്ന് പറഞ്ഞു. ശരി, എന്തുകൊണ്ട്? എനിക്കറിയില്ല. അവൾ ഈ റിലേഷൻ ഒരു തമാശയായിട്ടാണ് കാണുന്നത്, വേറെ ഒന്നുമില്ല. നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് ഈ പെൺകുട്ടിയെ മനസ്സിലാക്കാനായിട്ട് തെറ്റുപറ്റി. നീ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. എനിക്ക് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീ അവളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു, പക്ഷേ അവൾക്കതൊരു തമാശയായിരുന്നു. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷെ അവൾ എന്നെ ചതിച്ചു. കേക്ക് ബ്രോ, 50% പെൺകുട്ടികളും ഇതേപോലെ ചതിക്കുന്നവരാണ്. നിനക്കറിയോ, അന്നത്തെ കോൺഫറൻസിന് ശേഷം നമ്മളിവിടെ ഊണ് കഴിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ പിന്നിൽ ഒരു പെൺകുട്ടി ഇരുന്നിരുന്നില്ലേ, ശരിയല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ടാർഗറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാന്നേ. ടാർഗറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാം. ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ പറ്റില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. ഇത് നോക്ക്. ഈ പാട്ടുണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു മിനിറ്റ്, ഇതാ വരുന്നു ഞാൻ. ഓഹോ, എന്താ നിങ്ങളുടെ ചാവി? മാഡം, എക്സ്ക്യൂസ് മീ മാഡം, നിങ്ങളുടെ ചാവി ആ ടേബിളിൻ്റെ മുകളിലായിരുന്നു. ഓ താങ്ക് യു, ഇതായിരുന്നു ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. ഹലോ, ഞാനൊരു ഫൈനാൻഷ്യൽ ഏജൻ്റാണ്. ഞങ്ങളുടെ അടുത്തൊരു നല്ല സ്കീമുണ്ട്. ഇതാ എൻ്റെ കാർഡ് മാഡം. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഷുവർ, താങ്ക് യു.